സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം. എസ്തേർ 4:12 വാക്യം. പേർഷ്യയിലെ രാജ്ഞിയായ എസ്തേർ തൻ്റെ ജനതയെ വംശഹത്യ ചെയ്യുവാൻ അനുവദിക്കുന്ന ഒരു നിയമത്തിനെതിരെ സംസാരിക്കാൻ മടിച്ചപ്പോൾ അവൾ മിണ്ടായിരുന്നാൽ അവളും അവളുടെ കുടുംബവും നശിച്ചുപോകുന്ന അമ്മാവൻ മുന്നറിയിപ്പ് നൽകി. എസ്തേർ 4:11 വാക്യം. ധീരത പുലർത്തുവാനും നിലപാടെടുക്കാനുള്ള സമയമാണെന്ന് അറിയാമായിരുന്ന മൊർദെഖായി ചോദിച്ചു, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. നാം വിളിക്കപ്പെടുന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്താനാണ്, അല്ലെങ്കിൽ നമ്മെ വിഷമിച്ച ആരെയെങ്കിലും ക്ഷമിക്കുന്നതിനാലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് ബൈബിൾ ഉറപ്പ് നൽകുന്നു. എബ്രായർ 13:6 വാക്യം. നമുക്ക് ഭയം തോന്നുന്ന നിമിഷങ്ങളിൽ സഹായത്തിനായി നാം ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാനായി അവൻ നമുക്ക് ശക്തിയും സ്നേഹവും സ്വശിക്ഷണയും നൽകും. 2 തിമോത്തിയോസ് 1:7 വാക്യം. എന്തു ചെയ്യുന്നതിനായിരിക്കാം ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? വിളിക്ക് ഉത്തരം നൽകുവാൻ ഇതിനകം ഏതെല്ലാം സഹായോപകരണങ്ങളാണ് ദൈവം നൽകിയിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അമൂല്യമായ വിളി നൽകിയതിന് നന്ദി. വിശ്വാസത്തിൽ ചൂട് വയ്ക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന ഭയത്തെ മറികടപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.